ഹായ് ഡിയർ, സൂപ്പർ കൺമണി സീരിയലിൻ്റെ കിടിലം പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൺമണിയോടായിട്ട് ധനലക്ഷ്മി പറയുന്നുണ്ട്, കൺമണി നിനക്കൊരു വലിയൊരു സർപ്രൈസ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഞാനെന്ന് പറയുന്നു. അപ്പോൾ ഇത് ആരാന്ന് മനസ്സിലായോ എന്ന് ചോദിക്കാട്ടോ. അങ്ങനെ വരുൺ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്തിനാണ് വരുൺ ഇപ്പോൾ വന്നിട്ടുണ്ടെന്നെങ്കിൽ വരുണും വീട്ടുകാരും വന്നത് ഒറ്റ ഉദ്ദേശത്തിനുള്ളൂ, കൺമണിയുടെ കല്യാണം ഡേറ്റ് തീരുമാനിച്ചു. അതുമാത്രമല്ല തിങ്കളാഴ്ചയാണെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. നിനക്ക് വലിയൊരു സർപ്രൈസ് തന്നെയാണ്. തിങ്കളാഴ്ചയാണ് ഇനി കല്യാണം, എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നീക്കണമെന്ന് ധനലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ. കൺമണിക്കാണെങ്കിൽ അപ്പോൾ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ തന്നെ കൺമണിയുടെ അച്ഛൻ പറയുന്നുണ്ട്, തിങ്കളാഴ്ചയാണോ കൺമണിയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നത് എന്ന രീതിയിലും ചോദിക്കാട്ടോ ചെയ്യുന്നത്. അല്ലാതെ പിന്നെ തിങ്കളാഴ്ച തന്നെയാണെന്നും അവർ പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ വരുൺ കൺമണിയോട് സംസാരിക്കാനായിട്ട് അകത്തേക്ക് പോകാനായിട്ട് നിൽക്കുന്നു കേട്ടോ. ഈ കൺമണി നമ്മുടെ കല്യാണം ഉറപ്പിച്ചു, നീ അറിഞ്ഞോ? ആ ഡേറ്റ് തന്നെ തിങ്കളാഴ്ചയാണ് നമ്മുടെ കല്യാണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വരുണിനോട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ കൺമണി. എനിക്ക് നിങ്ങളുമായിട്ടുള്ള കല്യാണത്തിന് ഒട്ടും തന്നെ താല്പര്യമില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് വാതിൽ കൊട്ടി അടയ്ക്കുന്നതായിട്ട് കാണിക്കുന്നു കേട്ടോ. പിന്നീട് ധനലക്ഷ്മി അതുപോലെ തന്നെ അമ്മായിമാരും കൂടി സംസാരിക്കുന്നുണ്ട്. ധനലക്ഷ്മിൻ്റെ പ്ലാനിങ് എല്ലാം തന്നെ വരുണുമായിട്ട് ധനലക്ഷ്മി സംസാരിക്കുന്ന എല്ലാം തന്നെ അമ്മായിമാർ മനസ്സിലാക്കിയിരിക്കുകയാണ്. കാരണം അമ്മായിമാർക്ക് ഒട്ടും നഷ്ടമാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. കാരണം ധനലക്ഷ്മി ആ 101 പവൻ എടുക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വരുണുമായിട്ട് ചർച്ച ചെയ്യുന്നതെല്ലാം തന്നെ അമ്മായിമാർ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ധനലക്ഷ്മി പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്, അമ്മായിമാർ ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. പിന്നെ വരുണുമായിട്ടുള്ള കല്യാണം കൺമണിയുടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 10,000 രൂപ വെച്ചിട്ട് അമ്മായിമാർക്ക് ഞാൻ തരുമെന്ന് പറയുന്നു. അതെന്താ ധനലക്ഷ്മി ഇങ്ങനെയാണെങ്കിൽ കൺമണിയെ വരുണുമായിട്ടുള്ള കല്യാണം ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയുന്നു. നിൻ്റെ ഉദ്ദേശമൊന്നും ഇതിങ്ങനെയൊന്നുമല്ല, ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി ഞങ്ങൾ ഇതിന് കൂട്ടു നിൽക്കില്ല എന്ന് പറയുന്നു കേട്ടോ. കാരണം വരുണ് കൺമണിയെ ചതിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും. അത് അമ്മായിമാർക്ക് പിന്നീട് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പിന്നീട് പിറ്റേ ദിവസം രാവിലെ തന്നെയാണ് കാണിക്കുന്നത്. കുളിച്ചൊരുങ്ങി അലികയിലേക്ക് പോകാനായിട്ട് കൺമണി റെഡിയായി നിൽക്കുകയാണ്. അപ്പോഴാണ് സിന്ദൂര ചെപ്പ് എടുത്തിട്ട് കൺമണി തുറന്ന് നോക്കുന്നത് കേട്ടോ. കാരണം സിന്ദൂരം ക്രിസ്താർ തന്നെ അണിയിച്ചു, ഇനി ഇത് സ്ഥിരമാക്കണം, ഈ സിന്ദൂരത്തിനോട് ഒരുപാട് ഇഷ്ടമാണ് എനിക്കെന്ന രീതിയിലൊക്കെ ചെപ്പ് തുറന്നിട്ട് സന്തോഷത്തോടു കൂടി നോക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കൺമണിയെ കൃഷി വിളിക്കുന്നുണ്ട് കേട്ടോ. കൺമണി നീ എവിടെയാണ്, എത്രയും പെട്ടെന്ന് വായു എന്ന് പറയുന്നു കേട്ടോ. ഇന്ന് എന്തായാലും അലികയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കിടിലൻ സർപ്രൈസ് ഞാൻ നിനക്ക് വേണ്ടി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താ സാർ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതൊക്കെ താൻ വന്നിട്ട് കാണാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാട്ടോ ചെയ്യുന്നത്. എല്ലാം കൊണ്ടും ധൈര്യമാവുക കേട്ടോ കൺമണിക്ക്. ഇനി ആരെയും തന്നെ കൺമണി പേടിക്കുന്നില്ല. അതിനുശേഷം തന്നെ പിന്നീട് അമ്മായിമാരും അതുപോലെ കൺമണിയും കൂടി ഓഫീസിലേക്ക് പോകാനായിട്ട് നിൽക്കുന്നു. അപ്പോഴത്തേനും ധനലക്ഷ്മി വന്നിട്ട് കൺമണിയുടെ തടയുകയാട്ടോ ചെയ്യുന്നത്. എങ്ങോട്ടാടി നീ കെട്ടിയൊരുങ്ങി രാവിലെ തന്നെ ഇറങ്ങുന്നത്? നിന്നോട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതല്ലേ, എങ്ങോട്ടും പോവേണ്ട, അലികയിൽ നിന്ന് റിസൈൻ ചെയ്യണം, ഇവിടെ തന്നെ ഇരിക്കേണ്ട. വരുണു കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനും ഒരിക്കലും തന്നെ നീ ജോലിക്ക് പോകുന്നത് ഇഷ്ടമല്ല, അലികയിൽ നിന്ന് നീ പോരണമെന്നല്ലേ പറഞ്ഞത്, നീ അധികാരത്തോടുകൂടി പിന്നെ എങ്ങോട്ടാടി പോകുന്നത് എന്നൊക്കെ പറയുന്നുട്ടോ. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന അമ്മായിമാരാകെ ഞെട്ടുന്നുണ്ട്. കാരണം കൺമണിയും അതുപോലെ ധനലക്ഷ്മി നല്ല വഴക്കാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും ധനലക്ഷ്മി പറയുന്നുണ്ട്, അപ്പോൾ കൺമണി പറയുന്നുണ്ട്, ഞാൻ ഏട്ടത്തി പറഞ്ഞ ഒരു കാര്യങ്ങളും കേൾക്കില്ല. കാരണം വരുണുമായിട്ട് എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല എന്ന് ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞതാണ്. പക്ഷേ നിങ്ങൾ ആരും തന്നെ അത് വിശ്വസിക്കാനോ ഒന്നിനും തയ്യാറായില്ല. ഇനി മേലെ എന്നോട് ഇമാതിരി ഒരു കാര്യം പറഞ്ഞു വരരുത്. തിങ്കളാഴ്ചയാണല്ലോ നിങ്ങൾ കല്യാണം ഉറപ്പിച്ചത്, ഞാൻ വേണ്ട പെണ്ണായിട്ട്, ഞാനില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ കല്യാണം നടത്തും? എനിക്കൊന്ന് കാണണമല്ലോ. എനിക്ക് ഒരിക്കലും തന്നെ വരുണുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതം മൂടാൻ എനിക്ക് സാധിക്കില്ല. വരുൺ എൻ്റെ കഴുത്തിൽ താലി കെട്ടില്ല എന്ന് പറയുന്നു. എനിക്ക് ഒരിക്കലും തന്നെ ഈ കല്യാണത്തിന് താല്പര്യവുമില്ല. ഇനി ഞാൻ പറയുന്ന പോലെയാണ് എൻ്റെ ജീവിതം നടക്കാനായിട്ട് പോകുന്നത്. ഒരിക്കലും നിങ്ങളുടെ ആരുടെ അവതാരമോ അവകാശമോ എനിക്ക് വേണ്ട. ഇനി ഞാൻ ആരെയും വകവെക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് പറഞ്ഞിടി നീ എന്ന് പറഞ്ഞിട്ട് ധനലക്ഷ്മി കൺമണിയെ തല്ലാനായിട്ട് പോകുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ കൈ തടുത്ത് നിർത്തുകട്ടോ ചെയ്യുന്നത്. ഇനി മേലെ എൻ്റെ ദേഹത്ത് നിങ്ങൾക്ക് കൈ പിടിക്കാനായിട്ട് സാധിക്കില്ല, നിങ്ങളെ ഞാൻ ശരിയാക്കും പറയും. ഇത്രയും കാലം എന്നെ ഭരിച്ചു, എൻ്റെ അച്ഛനെയും ഭരിച്ചു, ഇനി മേലാൽ അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നു. കാരണം കൺമണിക്ക് ഇപ്പോൾ നല്ല വിശ്വാസമാണ്. കൃഷി കൺമണിയുടെ കഴുത്തിൽ താലി കിട്ടിയതല്ലേ, ഇനി കൺമണിയെ കൂട്ടിക്കൊണ്ട് പോകുന്നുള്ളതിൽ അത്ര ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും കൺമണി നല്ല സന്തോഷത്തിലായിരിക്കുന്നത്. അപ്പോൾ അമ്മായിമാർ പറയുന്നുണ്ട്, ഇപ്പോഴാണ് ക്രിസ്സാറിൻ്റെ പെണ്ണായത് കൺമണി. എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ ഇനി നടക്കാനായിട്ട് പോവാണ്. എല്ലാ അർത്ഥത്തിലും കൺമണി നല്ല തൻ്റെ ഇടത്തോടു കൂടി തന്നെയാണ് ഇനിട്ടോ മുന്നോട്ട് പോകുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കഴിയുന്നത്. നാളെ നല്ലൊരു എപ്പിസോഡ് വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം.